കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി. അടുത്തത്, അപ്പൊ ഇപ്പോഴത്തെ കേരള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ് ഇപ്പോഴത്തെ കേരള വിദ്യാഭ്യാസ മന്ത്രി. അടുത്തത്, ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡമാനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡമാനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഇറ്റ് വാസ് 5 past midnight. ഇറ്റ് വാസ് 5 past midnight ആണ് ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡമാനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. അടുത്തത്, എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിൽ നിന്ന് NH-17 ആരംഭിക്കുന്നത്, അത് അവസാനിക്കുന്നത് എവിടെ? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്, അത് അവസാനിക്കുന്നത് എവിടെയാണ്? പനവേലാണ് അവസാനിക്കുന്നത്. അടുത്തത്, സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10-നാണ് സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. എന്നാണ്? ഡിസംബർ 10-നാണ് സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, ടു സെയിന്റസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തന്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ആരാണ്? അരുൺ ഷൂറിയാണ് ട്ടോ. അടുത്തത്, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അടുത്തത്, കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റാഡറിന്റെ പേര്. കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റാഡറിന്റെ പേര് എന്താണ്? ദിവ്യ ചക്ഷുട്ടോ. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ. അടുത്തത്, ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമാണ്? ചിപ്കോ പ്രസ്ഥാനം. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതി ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ട്ടോ. അടുത്തത് ഏതാണ്? ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. അടുത്തത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇനി അടുത്തത്, ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1965 ജനുവരി 26-നാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത്. എന്നാണ്? 1965 ജനുവരി 26. എന്നാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത്? 1965 ജനുവരി 26-നാണ്. ഇനി എന്താ വെച്ചാൽ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. അപ്പൊ ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരിപ്പാന്നാണ് ട്ടോ. പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന പ്രതിജ്ഞ എഴുതിയത്. തെലുങ്കിലാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയത് ട്ടോ. ഏതിലാണ്? തെലുങ്കിലാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയത്. 1962-ലാണ്. അപ്പൊ ഇന്ത്യ എന്റെ രാജ്യമാണ് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1965 ജനുവരി 26-നാണ് ഇന്ത്യ എന്റെ രാജ്യമാണെന്ന പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ട്ടോ. ഏത് ഭാഷയിലാണ് ചോദിച്ചാല്
തെലുങ്ക് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് 1962. അടുത്തത് കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടയ്ക്കലാണ് കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. അടുത്തത് GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതൽ? GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നാണ്? 2017 ജൂലൈ 1. അടുത്തത് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയ. HJ കനിയാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് ആണ് കേട്ടോ. DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? HJ കനിയ. അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ ആണ്. ഇനി അടുത്തത് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനം ആണ് നീതി ആയോഗ്. എന്നാണ് ഇതിൽ നിലവിൽ വന്നത്? അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് എന്നതാണ് ചോദിച്ചത്. എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എന്നാണ്? 2015 ജനുവരി 1. അപ്പൊ എന്തിനു പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് എന്ത്? നീതി ആയോഗ്. എന്തിനു പകരം? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ വർഷം ചോദ്യം 2015, മാസം ചോദ്യം ജനുവരി 1 അടുത്തത് ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നാണ് പറഞ്ഞത് ആരാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 32 ധാര പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ. അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരന്തം വിവരിക്കുന്ന നാടകം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരന്തം വിവരിക്കുന്ന നാടകം ഏതാണ്? നീലദർപ്പൺ എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം. അടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഏതാണ്? ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അടുത്തത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അടുത്തത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിന്റെ സംവിധായകൻ? അപ്പൊ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിന്റെ സംവിധായകൻ? ശ്യാം ബെനാഗൽ. ശ്യാം ബെനാഗൽ ആണ് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ. അടുത്തത് നൈ താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നൈ താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. അടുത്തത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്തത് പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. ആരാണ് ഇത് എഴുതിയത്? അപ്പം കേരളസിംഹം എന്ന പുസ്തകം ആരെ കുറിച്ചാണ് എഴുതിയത്? പഴശ്ശിരാജയെ കുറിച്ചാണ് എഴുതിയത്. ഈ പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. കേരളസിംഹം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കരാണ് കേരളസിംഹം എന്ന പുസ്തകം എഴുതിയത്. സർദാർ KM പണിക്കർ. ഇത് ആരെ കുറിച്ചുള്ള പുസ്തകമാണ്? പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് കേരളസിംഹം. കേരളസിംഹം എന്ന പുസ്തകം എഴുതിയത് സർദാർ KM പണിക്കർ. അടുത്തത് കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ. കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആര്? കല്ലൽ പൊക്കൂടൻ. അടുത്തത് വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? ലാറി ബേക്കർ.
അടുത്തത് 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഏത്? ഭുവനേശ്വർ. അടുത്തത് ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആര്? PT ഉഷ. അടുത്തത് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏത്? ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരിയുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. അടുത്തത് മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി ആരാണ്? സുൽത്താന റസിയ. അടുത്തത് കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ആരാണ്? ഷെർ ഷാ സൂരി. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ആരാണ്? ഷെർ ഷാ സൂരി ആണ് കേട്ടോ. അടുത്തത് അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? മറാത്ത രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷോഭ വേദാർത്ഥം. അടുത്തത് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്തത് ട്രൈ ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ. അപ്പൊ ട്രൈ ശുപാർശ അനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? 112. അടുത്തത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. അപ്പൊ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. അടുത്തത് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ബിക്കാജി കാമ. അടുത്തത് പ്രജന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ. പ്രജന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ശങ്കരാചാര്യർ. അടുത്തത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്ന്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്നാണ്? 1857ലാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത്. അടുത്തത് ഇന്ത്യയുടെ വന്ദേവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ. ഇന്ത്യയുടെ വന്ദേവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ദേവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ. അടുത്തത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര് എന്താണ്? പെരിയാർ. പെരിയാറിനെ ചൂർണി എന്നും അറിയപ്പെട്ടിരുന്നു കേട്ടോ. പെരിയാറിനെ ചൂർണി എന്നും അറിയപ്പെട്ടിരുന്നു. അടുത്തത് കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡ് ട്ടോ. അടുത്തത് രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര്? സുജേത കൃപലാനി. അടുത്തത് ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന വർഷം എന്നാണ്? 1920ലാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത്. ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1928ലാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നാണ്? 1942ലാണ്. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം എന്നാണ്? 1930ലാണ്. വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് വർഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന വർഷം 1920. അടുത്തത് വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം. വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം എന്നാണ്? 2000ലാണ് വിവര സാങ്കേതിക നിയമം പാസാക്കിയത്.
അടുത്തത് ഭാരതരത്നം നേടിയ ആദ്യ വനിത. ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നം നേടിയ ആദ്യ വനിത. അടുത്തത് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ആരാണ്? ചരൺ സിംഗ് പ്രധാനമന്ത്രി ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്. അടുത്തത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. അടുത്തത് കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? മുംബൈ ആണ് കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം. കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ ആണ് ട്ടോ. അടുത്തത് ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൽക്കട്ടയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്. അടുത്തത് കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര് എന്ത്? എന്താണ്? കൊളംബിയാണ് കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര്. അടുത്തത് ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏതാണ്? ക്രോണോമീറ്റർ ആണ് ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം. അടുത്തത് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. അടുത്തത് ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? തെലുങ്കാന. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് ട്ടോ. അടുത്തത് സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം ഏതാണ്? കന്യാകുമാരിയാണ് സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം. അടുത്തത് ഇന്ത്യയിൽ എത്ര സമയ മേഖലകളുണ്ട്? 1. അടുത്തത് ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? സോദി തിരുനാളാണ് ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്. അടുത്തത് 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കെ ഗോപാലൻ. അടുത്തത് ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് ട്ടോ. അടുത്തത് അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 ആണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത്. അടുത്തത് കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? പട്ടാമ്പിയാണ് കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം. അടുത്തത് പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുള. അടുത്തത് ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ഏതാണ്? എംബോള. അടുത്തത് കറുത്ത പൊന്നി എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഏതാണ്? കുരുമുളകാണ് കറുത്ത പൊന്നി എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. അടുത്തത് ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം. എന്നാണ്? ജൂൺ 5. അതായത് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം, അതായത് തീം എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതായത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൂ. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നായിരുന്നു ട്ടോ. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് എന്നാണ്? 1973 ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5 ആണ്. 2025 തീം എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നായിരുന്നു. അടുത്തത് സ്കർവി ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്?
വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. അടുത്തത്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. ആരോഗ്യ കിരണമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. അടുത്തത്, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ. അടുത്തത്, ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. അപ്പം ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകം അല്ലാത്തത് ഏത് എന്നതാണ് ചോദിച്ചത്. ഏതാണ്? ഹൈഡ്രജൻ. ബാക്കിയൊക്കെ നിഷ്ക്രിയ വാതകങ്ങളാണ് കേട്ടോ. ആർഗൺ, നിയോൺ, ഹീലിയം ഒക്കെ നിഷ്ക്രിയ വാതകങ്ങളാണ്. നിഷ്ക്രിയ വാതകം അല്ലാത്തത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങളാണ് നിഷ്ക്രിയ വാതകങ്ങൾ. അടുത്തത്, ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഡ്യൂറ്റീരിയം. അടുത്തത്, ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിന്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പൊ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. അടുത്തത്, ISI മാനദണ്ഡം അനുസരിച്ച് ഒന്നാം ട്രേഡ് ടോയ്ലറ്റ് സോപ്പിന്റെ PFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഏതാണ്? 76% കുറയാൻ പാടില്ല. അടുത്തത്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജൻ. അടുത്തത്, ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജരൂപം ഏത്? ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജരൂപം ഏതാണ്? ഗതികോർജം. അടുത്തത്, ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? മഞ്ഞ. അടുത്തത്, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0°C ആണ് കേട്ടോ. അടുത്തത്, ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്പതനം. അടുത്തത്, ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. അപ്പൊ ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗീസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഇടുക്കി. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കനിങ് പ്രഭു. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. പെട്രോഗ്രേഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര് എന്ത്? ബ്ലഡി സൺഡേ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത്?
ട്രോപ്പോപാസ്. ട്രോപ്പോപാസ്. അടുത്തത് താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? പാരാദ്വീപ്. താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏത്? താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണൻ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. അധ്യക്ഷനും 2 അംഗങ്ങളും. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം? വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം? അപ്പോൾ ഫൈനൽ ആൻസർക്ക് പ്രകാരം 36 മണിക്കൂറിനാണ്, ശരിക്കും 48 മണിക്കൂറാണ് കേട്ടോ. 48 മണിക്കൂർ മുമ്പാണ്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കുന്നത്? 48 മണിക്കൂർ മുമ്പാണ്. അടുത്തത് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം ക്ഷേമ രാഷ്ട്രം. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? സ്പീക്കർ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. ജുഡീഷ്യൽ റിവ്യൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. താഴെ പറയുന്നതിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ പറയുന്നതിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? വരുമാന നികുതി. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്ന് അറിയപ്പെടുന്നത്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്ന് അറിയപ്പെടുന്നത്. ബജറ്റ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 ഇന്ത്യയിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റോപ്പീസ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? സ്കർവി. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആര്? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആര്? റേച്ചൽ കേഴ്സൺ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ഈ ഇൻ സിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത്. ഇൻ സിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? സുവോളജിക്കൽ ഗാർഡൻ. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രോക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രോക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. നിരങ്ങൾ ഘർഷണം. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സ, രി, ഗ, മ, പ, ധ, നി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏത്? നീ.
വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന്റെ കാരണം എന്ത്? വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന്റെ കാരണം എന്ത്? എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഏത്? ആന്റിസെപ്റ്റിക്. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏത്? കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏത്? ഉത്തരം മഗ്നീഷ്യം. താഴെ പറഞ്ഞ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? താഴെ പറഞ്ഞ വെബ് ബ്രൗസർ അല്ലാത്തത് ഡ്രീം വിവർ. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? ഏതാണ്? ഫ്ലോട്ടർ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷ, വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ് ഏതാണ്? ഫിഷിംഗ്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സഞ്ജയ് എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്ന ഓൺലൈൻ സേവനം. സഞ്ജയ് എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്ന ഓൺലൈൻ സേവനം ഏത്? കെട്ടിട നികുതി അടയ്ക്കൽ. അടുത്തത് താഴെ പറഞ്ഞ വിസ ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം? താഴെ പറഞ്ഞ വിസ ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം? കേരളത്തിന്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടി. അടുത്തത് കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമോ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏത്? കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏത്? എറണാകുളം. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആര്? 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആര്? പി. വത്സല്യ. താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? KCS പണിക്കർ ധനപാലൻ എന്നിവരുടെ ശിഷ്യൻ. രാജരവിവർമ്മ അവാർഡ്, തിക്കുറിശ്ശി അവാർഡ് എന്നിവ നേടി. ചൈനയിലെ ഗവ ഫൈൻ ആർട്സ് കോളേജ്, ലണ്ടനിലെ സ്ലൈഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും. ഉത്തരം സി ആണ്. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏത്? താഴെ പറയുന്ന കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏത്? അഞ്ചടി. താഴെ പറയുന്ന ശരിയായ ജോഡികൾ ഏത്? ഡേവിസ് കപ്പ്. ടെന്നീസ്. പ്രൊഡീഷ്യൽ വേൾഡ് കപ്പ്. ക്രിക്കറ്റ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. ഹോക്കി. വാക്കർ കപ്പ്. ഗോൾഫ്. ഇവയിൽ എം അച്യുതാനന്ദന്റെ കൃതി ഏതാണ്? ചെറുകഥ ഇന്നലെ ഇന്ന്. പാശ്ചാത്യ സാഹിത്യ ദർശനം. താഴെ പറയുന്നവയിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? താഴെ പറയുന്നതിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? TV ചന്ദ്രൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം സി ആണ്. ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. 49ാമത് ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചില്ല. ആരാണ്? ശാരദ മുരളീധരനാണ് 49ാമത് ചീഫ് സെക്രട്ടറി കേട്ടോ. ആരാണ്? ശാരദ മുരളീധരനാണ് 49ാമത് ചീഫ് സെക്രട്ടറി. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. 49ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദ മുരളീധരൻ. ഇനി ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? NES രാഘവനാചാരി. NES രാഘവനാചാരി എന്നും കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി.
കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ഡോക്ടർ എ ജയതിലക്. 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. 49ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദാ മുരളീധരനായിരുന്നു. ഈ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? NES രാഘവനാചാരി. അടുത്തത് ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇതിനു മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥനായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ISROയുടെ? ഡോക്ടർ V നാരായണൻ. ഇതിനു മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥൻ. ഇനി ആദ്യത്തെ ചെയർമാൻ, ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആയിരുന്നു ISROയുടെ ആദ്യത്തെ ചെയർമാൻ. 1971 മുതൽ 1969 വരെയായിരുന്നു കേട്ടോ. അപ്പോൾ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ V നാരായണൻ. ഡോക്ടർ V നാരായണന് മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥൻ. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. 1969 മുതൽ 1971 വരെയായിരുന്നു. അടുത്തത് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. അപ്പോൾ ദേശീയ കായിക ദിനമായിട്ട് ഒരാളെ അനുസ്മരിച്ചുകൊണ്ടാണ് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 29 ആഘോഷിക്കുന്നത് ആരാണ്? ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനം. അതായത് ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് കേട്ടോ. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അതാണ് ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്തത് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? അപ്പൊ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടല്ലേ ഈ ചോദ്യങ്ങളൊക്കെ. അപ്പൊ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം B ആണ്, മാർത്താണ്ഡവർമ്മ. അപ്പൊ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഈ നോവൽ ആരുടേതാണ്? മാർത്താണ്ഡവർമ്മ നോവൽ ആരുടേതാണ്? CV രാമൻ പിള്ള. CV രാമൻ പിള്ള. CV രാമൻ പിള്ളയുടേതാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ. സിനിമയൊക്കെ ആദ്യ മലയാള നോവൽ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. 1933 ഇത് രചിച്ചത്. എന്നാണ് രചിച്ചത്? 1933. സിനിമയാക്കിയതാണ് 1933 സിനിമയാക്കിയത്. 1933 സിനിമയാക്കിയത്. മാർത്താണ്ഡവർമ്മ നോവൽ രചിച്ചതെന്നാണ്? രചിച്ചത് 1891 രചിച്ചത്. സിനിമയാക്കിയത് എന്നാണ് ചോദിച്ചാൽ 1933 സിനിമയാക്കിയത്. അപ്പൊ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഇത് ആരുടെ നോവലായിരുന്നു? CV രാമൻ പിള്ളയുടെ നോവലാണ്. ഇത് രചിച്ചതെന്നാണ്? 1891. സിനിമയാക്കിയതെന്നാണ്? 1933. അടുത്തത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്നതാണ് അടുത്തത്. കഥകളി. കഥകളി ഏതാണ്? കൊട്ടാരക്കര തമ്പുരാൻ്റെതാണ് കഥകളി. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചാണ്ടല ഭിക്ഷുകി ആരുടേതാണ്? കുമാരനാശാൻ. അടുത്തത് കൃഷ്ണഗാഥ ആരുടേതാണ്? ചെറുശ്ശേരി. ഉത്തരം A ആണ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. അടുത്തത് ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം. അടുത്തത് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ് കേട്ടോ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്?
ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. ഇന്ത്യൻ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ആഗസ്റ്റ് 29-നാണ് ഇന്ത്യൻ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ആരുടെ അനുസ്മരിച്ചുകൊണ്ടാണ് കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻ ചന്ദിന്റെ, അതാണ് കേട്ടോ, മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്ത് മേജർ ധ്യാൻ ചന്ദ് ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്ത് ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. അടുത്തത് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ആരാണ്? ഉത്തരം ബി ആണ്, മോഹൻലാൽ. അപ്പോൾ 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഉത്തരം ബി ആണ്, മോഹൻലാൽ. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് കേട്ടോ, രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ. ആദ്യം നേടിയത് ആർക്കാണ്? ആദ്യം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ, അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യം നേടിയത്. അപ്പം 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? അപ്പം 2023 2025 കൊടുത്തത്. ആരാണ് നേടിയത്? മോഹൻലാലിനാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ, അത് മലയാളത്തിൽ രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ. ആദ്യം നേടിയത് ആർക്കാണ്? ആദ്യം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി അടുത്തത്, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? അപ്പോൾ കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് ഇത് രചിച്ചത്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് രചിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച വർഷം എന്നാണ്? 1929 ഇത് രചിച്ചത് കേട്ടോ, 1929 ഇത് രചിച്ചത്. അപ്പം കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇത് രചിച്ച വർഷം ഏതാന്ന് ചോദിച്ചാൽ 1929. അടുത്തത്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാൻ. താജിക്കിസ്ഥാനാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. അപ്പം ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുണ്ട് കേട്ടോ, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ കേട്ടോ. അപ്പോൾ ഇന്ത്യയുമായിട്ട് എത്ര രാജ്യങ്ങൾ കരാതിർത്തി പങ്കിടുന്നുണ്ട്? 7 രാജ്യങ്ങൾ കരാതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇങ്ങനെയാണ് കേട്ടോ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും നീളം കൂടിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് ഏറ്റവും നീളം കൂടിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ഏറ്റവും കുറഞ്ഞ കരാതിർത്തി പങ്കിടുന്നതോ? അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ കരാതിർത്തി പങ്കിടുന്നത് ആരാന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഏറ്റവും കുറഞ്ഞ കരാതിർത്തി പങ്കിടുന്നത് ആരാന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്ററും ബംഗ്ലാദേശ് 496.7 കിലോമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും ചെറിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ബംഗ്ലാദേശാണ്. നീളം കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈനയാണ്. ഏറ്റവും ചെറിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ
ഭൂട്ടാനാണ്. ഭൂട്ടാൻ ആണ്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാനാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നത്? ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. അപ്പം ഏറ്റവും നീളം കൂടിയ കരാതിർത്തി പങ്കിടുന്നത് ഏതാണ്? ബംഗ്ലാദേശാണ്. 4096.7 കിലോമീറ്റർ ആണ് കേട്ടോ. 4096.7 കിലോമീറ്റർ ആണ്. പിന്നെ 106 കിലോമീറ്റർ ആണ് എന്ത്? ഏറ്റവും ചെറുത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഇനി അടുത്തത്, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ഏതാണ്? ഷിപ്കീല. അപ്പം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കീല. അടുത്തത്, കാരക്കോറം പർവ്വത നിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ? അതെ, ശരിയാണ്. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡിൻ ഓസിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡിൻ ഓസിയാണ്. അല്ല, തെറ്റാണ്. അടുത്തത്, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിര. ശരിയാണ്? അതെ, ശരിയാണ്. ഉത്തരം സി ആണ്. 1ഉം 3ഉമാണ് ശരി. അപ്പോൾ കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡിൻ ഓസിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡിൻ ഓസിയാണോ? അല്ല. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോഡിൻ ഓസി ആണ് കേട്ടോ. ഗോഡിൻ ഓസി ആണ്. അപ്പോൾ കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡിൻ ഓസി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡിൻ ഓസിനാണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ഏത്? ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവർ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവന ഏത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കാല മലനിരകളിൽ നിന്നാണ്. ആണോ? അത് ശരിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. ശരിയാണോ? അല്ല, തെറ്റാണ്. ഉപദ്വീപീയ നദികൾ അപരാധന തീവ്രത താരതമ്യേന കുറവാണ്. ശരിയാണോ? അതെ, ശരിയാണ്. ഉത്തരം ഏതാണ്? സി ആണ് കേട്ടോ. അപ്പോൾ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. കൃഷ്ണ നദിയുടെ പോഷക നദികളാണോ ശബരി, ഇന്ദ്രാവതി? അല്ല, ഗോദാവരിയുടെ പോഷക നദികളാണ്. ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. ഏതാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. ഇനി കൃഷ്ണനദിയുടെ പോഷക നദികൾ, അതായത് കൃഷ്ണനദിയുടെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തുംഗഭദ്ര ഏറ്റവും വലിയ നദിയാണ് കേട്ടോ. തുംഗഭദ്ര ഏറ്റവും വലുതാണ്. പിന്നെ വരുന്നത് ഭീമ വരുന്നുണ്ട്, കൊയ്ന വരുന്നുണ്ട്, മലപ്രഭ, ഗഡപ്രഭ, മൂസി. ഇങ്ങനെയാണ് കേട്ടോ. കൃഷ്ണനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര ഏതാണ്? ഏറ്റവും വലുതാണ്. കൊയ്ന വരുന്നുണ്ട്, മലപ്രഭ, ഭീമ, ഗഡപ്രഭ, മൂസി. ഗോദാവരിയുടെ ഏതാണ്? ശബരി, ഇന്ദ്രാവതി കേട്ടോ. അടുത്തത്, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന
പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഘടന മേഖല ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ഉത്തരം എ ആണ്, സുന്ദർഗഡ് ആണ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ്. അടുത്തത്, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പൊ ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്തത്, ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഏതാണ്? രാജസ്ഥാൻ. അപ്പൊ ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അടുത്തത്, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146. അടുത്തത്, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത്? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത്? ഏതാണ്? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചർ ആണ് കേട്ടോ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചർ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? പരുത്തിയാണ്. അടുത്തത്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഇപ്പൊ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, ശരിയാണ്. സ്ത്രീകൾ എതിരായ വിമോചനം അവസാനിപ്പിക്കുക, ശരിയാണ്. സതി, ശൈശവിവാഹം എന്നിവ അവസാനിപ്പിക്കുക, ശരിയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, ശരിയാണോ? അല്ല, തെറ്റാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു, ശരിയാണ്? അല്ല, തെറ്റാണ്. ഉത്തരം സി ആണ്. 1, 2, 3 ശരി. പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ് കേട്ടോ. ജ്യോതിറാവ് ഫൂലെയാണ്. ഫൂലെ. അപ്പോൾ ബ്രഹ്മസമാജത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജാതി വ്യവസ്ഥ മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായി മോചനം അവസാനിപ്പിക്കും, സതി, ശൈശവിവാഹം എന്നിവ അവസാനിപ്പിക്കുക. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. സത്യശോധക് സമാജാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു തുടങ്ങിയവരാണ് ബ്രഹ്മസമാജം പ്രധാനമായും ബംഗാളിലെ ഉപരിവർഗത്തിലേക്ക് സ്വാധീനം ചെലുത്തിയത് കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതായത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. ഏതാണ്? സത്യശോധക് സമാജാണ്. പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത്, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? അപ്പോൾ ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരെല്ലാമാണ്? ഉത്തരം സി ആണ്. 3, 4 CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കന്മാർ. അടുത്തത്, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവെ. അപ്പോൾ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവെ. അപ്പം സർവകലാശാലയുടെ പേരെന്താണ്? SNDT വുമൺസ് യൂണിവേഴ്സിറ്റി.
SMDT വുമൺസ് യൂണിവേഴ്സിറ്റിയാണ് സർവകലാശാലയുടെ പേര്. പൂർണ്ണമായ പേരെന്താണ്? ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാല. ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാല. എന്നാണ് സ്ഥാപിച്ചത്? 1916 ജൂലൈ 5 സ്ഥാപിച്ചത്. അപ്പോൾ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആദ്യമായി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കർവെയാണ്. അത് മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത് 1916 ജൂലൈ 5 ഇതിന്റെ പേരെന്താണ്? SMDT വുമൺസ് യൂണിവേഴ്സിറ്റി. പൂർണ്ണമായ പേരെന്താണ്? ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാല എന്നാണ്. അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ സ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അഭിനന്ദ്ര ടാഗോർ. അടുത്തത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് 1878 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് എന്നാണ് 1878. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഈ കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരം. 1840 തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ട് ആരംഭിച്ചതാണ് രാജസമാചാരം. 1847 തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ട് ആരംഭിച്ചതാണ് രാജസമാചാരം കേട്ടോ. അപ്പം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1878. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജസമാചാരമാണ്. 1847 തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഈ ബംഗാൾ ഗസറ്റ് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ആണ് കേട്ടോ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് എന്ന് ഇതിന് ഹിക്കീസ് ബംഗാൾ ഗസറ്റും എന്നും ആരംഭിച്ച വർഷം എന്നാണ് 1880 ജനുവരി 21 കൊൽക്കത്തയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇംഗ്ലീഷ് ഭാഷയിൽ വരികയായിരുന്നു കേട്ടോ. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951, 1952. അടുത്തത്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഉത്തരം ചെയ്യാണ് കേട്ടോ. അടുത്തത്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലാഗണന ക്രമത്തിലാക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കേരളത്തിൽ സംഭവങ്ങൾ കാലാഗണന ക്രമത്തിലാക്കുക. കുണ്ടല വിളംബരം എന്നാണ് നടന്നത്? 1809 ജാനുവരി 11. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ്. 603 ദിവസം നീണ്ടു നിന്നൊരു സമരമായിരുന്നു കേട്ടോ. മാപ്പിള ലഹള എന്നാണ് നടന്നത്? 1921 ഓഗസ്റ്റ് 20. ഈ മലയാളി മെമ്മോറിയൽ എന്നാണ് സ്ഥാപിച്ചത്? 1891 ജാനുവരി 1 കേട്ടോ. 1891 ജാനുവരി 1. അപ്പം കുണ്ടറ വിളംബരം നടന്നതെന്നാണ്? 1809
ജാനുവരി 11 വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയായിരുന്നു. 603 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മാപ്പിള ലഹളയോ 1921 ഓഗസ്റ്റ് 20 കേട്ടോ. 1921 ഓഗസ്റ്റ് 20 മാപ്പിള ലഹള നടന്നത്. അടുത്തത് മലയാളി മെമ്മോറിയൽ എന്നാണ് നടന്നത്. 1891 ജാനുവരി 1 1891 ജാനുവരി 1 അപ്പൊ കാലാകലന ക്രമത്തിലാക്കുന്നത്. ഉത്തരം ഡി ആണ് കേട്ടോ. 1809 ആദ്യം കുണ്ടറ വിളംബരമാണ് നടന്നത്. പിന്നീട് നടന്നത് ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ. പിന്നെ നടന്നത് ഏതാണ്? മാപ്പിള ലഹളയാണ്. പിന്നെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് കേട്ടോ. ഉത്തരം ഡി ആണ്. നമുക്ക് ഇതിന്റെ ഓരോന്നിനെ കുറിച്ച് നോക്കാം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പി ധവളയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വിളംബരം പുറപ്പെടുവിച്ചത്. കുണ്ടറ വിളംബരം ആരാണ് പുറപ്പെടുവിച്ചത്? തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പി ധവളയാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പി ധവളയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ എന്തിനായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പുറപ്പെടുവിച്ചതായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം. അപ്പം 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 603 ദിവസം നീളുന്ന ഒരു ഐതിഹാസിക സമരമാണ്. 603 ദിവസം നീളുന്ന ഒരു സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. ഇത് എന്തിനു വേണ്ടിയാണ് നടന്നത്? കേരളത്തിൽ ഐക്യത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് കേട്ടോ. അപ്പൊ ക്ഷേത്രങ്ങളിലേക്കുള്ള പൊതുവഴികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടാനാണ് ലക്ഷ്യമിട്ടത്. അപ്പം കേരളത്തിൽ ഐക്യത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ് ചോദിക്കും? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പം ക്ഷേത്രങ്ങളിലേക്കുള്ള പൊതുവായിട്ടുള്ള വഴികളിൽ എല്ലാ വിഭാഗ ജനങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടാനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്ത മാപ്പിള ലഹള എന്താണ്? 1921 ഓഗസ്റ്റ് 20 മാപ്പിള 1921 ഓഗസ്റ്റ് 20 മാപ്പിള ലഹള നടന്നത്. 1921 ഓഗസ്റ്റ് 20 മാപ്പിള ലഹള നടന്നത്. അപ്പം മലബാറിലെ ഏറനാട് എന്ന സ്ഥലത്ത് വെച്ചാണ് വള്ളുവനാട് താലൂക്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ ജമീന്മാർക്കെതിരെ, അതായത് ജമീന്മാർക്കെതിരെ മാപ്പിളമാർ ഈ സായുധ സമരം ആരംഭിച്ചത് കേട്ടോ. 1922 വരെ, ഫെബ്രുവരി വരെ ഇത് നീണ്ടു നിന്നിട്ടുണ്ട്. അടുത്തത് മലയാളി മെമ്മോറിയൽ എന്താണ്? തിരുവിതാംകൂർ മഹാരാജ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതാണ്. മലയാളി ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, CV രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥ മലയാളികൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഇവർ ഒപ്പിട്ടാണ് നൽകിയ നിവേദനമാട്ടോ. എത്ര പേരുണ്ട്? 10,028 പേര് ഒപ്പിട്ട നിവേദനമാണ് എന്തേത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, CV രാമൻപിള്ള എന്നിവരാണ്. ആവശ്യം എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക സ്ഥാപനങ്ങൾ തമിഴ് ബ്രാഹ്മണരുടെ ആധിപത്യം അവസാനിപ്പിച്ച് മലയാളികൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നതായിരുന്നു. അപ്പോൾ അതായത് തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ തമിഴ് ബ്രാഹ്മണരുടെ ആധിപത്യം അവസാനിപ്പിച്ച് മലയാളികൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നതായിരുന്നു. അടുത്തത് സ്വതന്ത്രാന്തര ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളിൽ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ശരിയാണ്? അതെ, ശരിയാണ്. അന്നത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ISR ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. അടുത്തത് 1969 ISR രൂപീകരിച്ചു. 1969 ISR രൂപീകരിച്ചു. 1969 ISR രൂപീകരിച്ചു. അതെ, ശരിയാണ്. അതെ, ശരിയാണ്. ആരാണ് അന്നത്തെ ചെയർമാൻ? വിക്രം സാരാഭായ് ആയിരുന്നു അന്നത്തെ ചെയർമാൻ. അടുത്തത് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ശരിയാണ്? അല്ല, തെറ്റാണ്. ഇന്ത്യയുടെ ആദ്യ വിക്ഷേപണ റോക്കറ്റ് എവിടെയാണ്? തുമ്പയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ്. 1963 നവംബർ 21 കേട്ടോ. അടുത്തത് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശരിയാണ്? അതെ, ശരിയാണ്. ഉത്തരം B ആണ്. 1, 2, 4 ആണ് ശരി. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് 1963 ആരംഭിച്ചത്. ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായുടെ നേതൃത്വത്തിലാണ് കേട്ടോ.
അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ്. 1933 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയാണോ? അതെ, ശരിയാണ്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരപരിധികൾ. ശരിയാണ്? അല്ല, തെറ്റാണ്. ഉത്തരം സി ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, 4 തെറ്റാണ്. അടുത്തത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഏതാണ്? 2002 86 ഭരണഘടനാ ഭേദഗതിയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകിയത് കേട്ടോ. 2002 86 ഭരണഘടനാ ഭേദഗതി. അതായത് 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? 21A ആണ് കേട്ടോ. 21A ആണ്. പിന്നെ ആർട്ടിക്കിൾ 45, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാകുന്നതിന് എല്ലാ കുട്ടികളും സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനം നിർദ്ദേശിക്കുന്ന ഭരണഘടന ഭാഗം 4 ആർട്ടിക്കിൾ 45 പറഞ്ഞു കേട്ടോ. 45 ഏതാണ്? DPSP, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 പറഞ്ഞു കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇനി അടുത്തത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കുന്നു. അപ്പം ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കും. ശരിയാണ്? അതെ, ശരിയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവർദ്ധമാണ്. ശരിയാണ്? അതെ, ശരിയാണ് കേട്ടോ. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശങ്ങൾ പട്ടികകൾ ഉൾപ്പെടുത്തി. ശരിയാണോ? അതെ, ശരിയാണ്. ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിപാദിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 19 കേട്ടോ. 21 ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയുമാണ് ബാധിക്കുന്നത്. അപ്പം ആർട്ടിക്കിൾ 19 21 ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയുമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പറയുന്നത്. അടുത്തത് വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വിവരാവകാശം 2005 2019 ഭേദഗതിയുമായി തെറ്റായ പ്രസ്താവന ഏതെന്നതാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ശരിയാണ്? അതെ, ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണ് ആദ്യം? ശരിയാണ്? അല്ല, തെറ്റാണ്. എത്രയാണ്? 65 വയസ്സാണ് കേട്ടോ. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ മുഖ്യ ചുമതലകൾ. ശരിയാണ്? അതെ, ശരിയാണ്. ഉത്തരം തെറ്റേതാണ്? 2 മാത്രമാണ്. എത്രയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സല്ല, 65 വയസ്സാണ് കേട്ടോ. എന്നത് വരെയാണ്. അടുത്തത്
ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ്. സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ആരുടെ കാലയളവിലാണ്? മൊറാർജി ദേശായി ആണ് കേട്ടോ. മൊറാർജി ദേശായിയുടെ കാലയളവിലാണ്. ആരുടേതാണ്? മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ കാലയളവിലാണ്. അപ്പോൾ സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ്? മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ്. അടുത്തത് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയുടെ സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ശരിയാണ്? അതെ, ശരിയാണ്. അടുത്തത് നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്? അതെ, ശരിയാണ്. ഉത്തരം ഡി ആണ്. 2, 3 മാത്രം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെ പ്രധാനമന്ത്രി കാലയളവിലാണ്? മൊറാർജി ദേശായിയുടെ പ്രധാനമന്ത്രി കാലയളവിലാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലയളവിലല്ല കേട്ടോ. അടുത്തത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജാനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. ഇത് രചിച്ചത് ആരാണ്? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് രചിച്ചത്. ഭാഷ ഏതായിരുന്നു? ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇത് രചിച്ചത്. അപ്പൊ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ഇത് രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗാളി ഭാഷയിലാണ്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണന ആദ്യമായി ആരംഭിച്ചത് സരള ദേവിയാണ് കേട്ടോ. അപ്പൊ ജനഗണമന ആദ്യമായി ആരംഭിച്ചത് ആരാണ്? സരള ദേവിയാണ്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. ആരാണ് ആലപിച്ചത്? സരള ദേവിയാണ് കേട്ടോ. ആലാപനം ആരാണ് ചെയ്തത്? സരള ദേവിയാണ്. എന്നാണ് അത് ആരംഭിച്ചത്? 1911 ഡിസംബർ 27 കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ജനഗണന ആദ്യമായി ആലപിച്ചത് ആരാണ്? സരള ദേവിയാണ്. ഏത് ഭാഷയിൽ രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇത് രചിച്ചത്. പാടി തീർക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ആലപനം എടുക്കാൻ സമയം എടുക്കുന്നത് 52 സെക്കൻഡാണ് കേട്ടോ. 52 സെക്കൻഡാണ് ഇത് പാടി തീർക്കാൻ എടുക്കുന്ന സമയം. അതായത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്? 1950 ജാനുവരി 24. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം എ ആണ്. 51A വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് വകുപ്പിലാണ്? 51A ആണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പതാക ത്രിവർണ്ണ പതാക. ഇന്ത്യൻ ദേശീയ പതാക ത്രിവർണ്ണ പതാകയും എന്നും അറിയപ്പെടുന്നുണ്ട്. നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 തിരശ്ചീന വരകളും മധ്യത്തിൽ 24 ആരങ്ങളും നാവിക നീല അശോക ചക്രവും ചേർന്നതാണ് എന്ത്? ഇന്ത്യൻ ദേശീയ പതാക. ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ളം, പച്ച എന്നീ 3 തിരശ്ചീന വരകളും മധ്യത്തിൽ 24 ആരങ്ങളും നാവിക നീല അശോക ചക്രം ചേർന്നതാണ് എന്ത്? ഇന്ത്യയുടെ ദേശീയ പതാക. ഇത് അംഗീകരിച്ചത് ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? അംഗീകരിച്ചത് 1947 ജൂലൈയിലാണ് കേട്ടോ. 47 ജൂലൈ 22 അംഗീകരിച്ചത്. അതായത് ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 ഇത് അംഗീകരിച്ചത്. അത് ഇന്ത്യൻ ദേശീയ പതാകയുടെ കുങ്കുമ നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏറ്റവും മുകളിലുള്ളത് കുങ്കുമ നിറമാണ്. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ നിറം. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ നിറം. വെള്ളയോ? സമാധാനവും സത്യവും വിശുദ്ധിയും പ്രതിനിധീകരിക്കുന്നു. സമാധാനം സൂചിപ്പിക്കുന്നതാണ് വെള്ള നിറം. പച്ചയോ? ഭൂമിയുടെ
ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം എന്നിവ കാണിക്കുന്നു. അപ്പം കുങ്കുമ നിറം രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള സമാധാനം സൂചിപ്പിക്കുന്നു. പച്ച ഭൂമിയുടെ ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം. പിന്നെ അശോക ചക്രം ധർമ്മത്തിന്റെ ചക്രം. 24 ആരങ്ങൾ നീതിയുടെയും, അപ്പൊ 24 ആരങ്ങൾ നീതിയുടെയും പുരോഗതിയുടെയും പ്രതീകമാണ്. എന്ത്? 24 ആരങ്ങൾ. അത് ഇന്ത്യൻ ദേശീയ പതാക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പതാകയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് സ്വീകരിച്ചത് കേട്ടോ. ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1940 ജൂലൈ 22 ഭരണഘടനാ സമിതി അംഗീകരിച്ചു. പിംഗളി വെങ്കയ്യാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. അപ്പം ആരാണ് രൂപീകരിച്ചത്? ഇത് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ ദേശീയ പതാക, അതായത് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? പിംഗളി വെങ്കയ്യ. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിംഗളി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത്. ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? പിംഗളി വെങ്കയ്യ. ഏത് തുണിയാണ് വെച്ചത്? ഗാന്ധി തുണിമേലാണ് ഇത് നിർമ്മിക്കാൻ പാടുള്ളൂ. ഗാന്ധി തുണിമേൽ മാത്രമേ ഇത് നിർമ്മിക്കാൻ പാടുള്ളൂ. സ്വദേശികൾക്ക് ഏത് ദിവസമാണ് പതാക ഉയർത്താൻ അനുമതി നൽകിയത്? 2002 പതാക ഉയർത്താനുള്ള അനുമതി നൽകിയത് കേട്ടോ. എവിടെയാണ്? 2002. അപ്പം ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചതെന്നാണ് 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത്. അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്തത്, അതായത് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത്. എത്ര നിറങ്ങളാണുള്ളത്? 3 നിറങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് നിറം? കുങ്കുമം, വെള്ള, പച്ച. കുങ്കുമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നു. വെള്ള നിറം സമാധാനം സൂചിപ്പിക്കുന്നു. പച്ച ഭൂമിയുടെ ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം സൂചിപ്പിക്കുന്നു. അശോക ചക്രം ഉണ്ട് അല്ലേ? അശോക ചക്രത്തിന്റെ എത്ര ആരങ്ങളുണ്ട്? 24 ആരങ്ങളുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ആരങ്ങൾ നീതിയുടെയും പുരോഗതിയുടെയും പ്രതീകമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. സ്വദേശികൾക്ക് ഏത് ദിവസവും പതാക ഉയർത്താനുള്ള അംഗീകാരം ലഭിച്ചതെന്നാണ് 2002 അത് ലഭിച്ചത്. ആരാണ് രൂപകൽപ്പന ചെയ്തത്? പിംഗളി വെങ്കയ്യാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അപ്പോൾ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന പാടിയതെന്നാണ് 1911 കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ആരംഭിച്ചത്. ആരാണ്? സരളാദേവിയാണ് ആരംഭിച്ചത്. അതായത് ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. വന്ദേ മാതരം ബംഗാളി രചിച്ചത് ആരാണ്? ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയത് എടുത്തിട്ടുള്ളത്. 1990 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് അംഗീകരിച്ചത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് 1950 ജനുവരി 24 ഇത് അംഗീകരിച്ചത്. 1924 ജനുവരി ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ദേശീയ ഇതമായിട്ട് അംഗീകരിച്ചു എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇത് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചു കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇത് രചിച്ചത് ആരാണ്? ബംഗാളി സാഹിത്യകാരൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന ഇത് അംഗീകരിച്ചത്. ഇനി അടുത്തത് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്?
16-ാം വകുപ്പാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? സത്യമേ ജയന്തി എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയാണ്? അതെ, ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സിംഹം, കാള, ആന, കുതിര. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങൾ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. ശരിയാണ്. അപ്പോൾ എത്ര സിംഹങ്ങളുണ്ട്? 5 സിംഹങ്ങളുണ്ട്. ഒരു കാള, ഒരു കുതിര, ഒരു ആന, അങ്ങനെ 8 ഉള്ളത്. അടുത്തത് 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി ശരിയാണ്? അല്ല, തെറ്റാണ്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. ശരിയാണ്? അതെ, ശരിയാണ്. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അല്ല, 1950 അത് റിപ്പബ്ലിക് ഡേന്റെ അന്നാണ്. 1950 ജാനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. എന്നാണ് 1950 ജനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിലെ സിംഹമുഖമാണ് കേട്ടോ. മുദ്രാവാക്യം എന്താണ്? സത്യമേ ജയന്തി എന്നാണ് കേട്ടോ. ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. എവിടെയാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം എന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാണ്? ഉപ്പള കായൽ. ചെറുത് ഏതാണ്? ഉപ്പള കായലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറുത് കായൽ ഏതാണ്? ഉപ്പള കായലാണ്.